എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അബിയുടെയും സൂര്യനാരായണന്റെ അടുത്തേക്ക് സക്കീർ വക്കീൽ വരുന്നുണ്ട്. അങ്ങനെ വക്കീലിനോട് സൂര്യനാരായണൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ ആധാരത്തിന്റെ കോപ്പി തമ്പിയുടെ കയ്യിലെത്തിയെന്ന് അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണെങ്കിലും അത് കണ്ടെത്തണം. അയാളുടെ കയ്യിലെത്തിയത് എങ്ങനെയാന്നുള്ള കാര്യം അയാൾ വഴിയാണ് അപർണ അതിവിടെ എല്ലാവരുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്തേക്കെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീൽ പറഞ്ഞു, ഞാനതിനെ കുറിച്ചൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ സാറ്, അതെങ്ങനെയാ അയാളുടെ കൈ കിട്ടിയെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് വക്കീൽ പോണേ. ഈ സമയത്ത് അബി പറഞ്ഞായിരുന്നു അച്ഛനോട്, അച്ഛാ ആ വിൽപ്പത്തർ റദ്ദ് ചെയ്യാൻ പറ്റുമെങ്കിൽ റദ്ദ് ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ ആ സമയത്തും സൂര്യനാരായണൻ അത് സമ്മതിച്ചില്ല. സക്കീർ വക്കീൽ പറഞ്ഞു, അബി ചെയ്യുന്ന മണ്ടത്തരമാണ്, ഇപ്പോഴെന്താളും റദ്ദ് ചെയ്യാനൊന്നും പോണ്ട. സൂര്യനാരായണന്റെ ഒപ്പം നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ വക്കീൽ വന്നിട്ട് പോയ സമയത്ത് അജയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തിനായിരിക്കും പോലും വക്കീൽ വന്നേ? വക്കീൽ വന്ന് അവരോട് എന്തായിരിക്കും സംസാരിച്ചേ? കാരണം അജയ് വന്ന സമയത്ത് വക്കീൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനിയിപ്പൊ അച്ഛൻ വേറെ എന്തെങ്കിലും തീരുമാനം എടുത്തോന്ന് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ അജയ് നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. പ്രഭാവതിയുടെ അടുത്തേന്ന് ചോദിച്ചു, അല്ലമ്മേ എന്തിനാ വക്കീല് വന്നേന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ലട മോനെ എന്ന് പറയണം. ദേ അമ്മ ഇതിനകത്ത് കയറിയിരുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട. ഇവിടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അച്ഛൻ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയത്തില്ലാതെ പോകുന്ന നമ്മളൊക്കെയാന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ റിസോർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഒറ്റ നടക്കി പോയില്ലെന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ നിന്റെ അച്ഛനോട്. ഇത് കൂടെ ഞാൻ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അമ്മയും കൊള്ളാം അച്ഛനും കൊള്ളാം, അമ്മയുടെ കയ്യിലാ തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ. അമ്മ ഇങ്ങനെ വളം വെച്ച് കൊടുത്തോണ്ടാ, അല്ലെങ്കിൽ അച്ഛൻ ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള. അവസാനം ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അജയ് കയറി പോവാണ്. പ്രഭാവതിക്ക് ആ പാട്ട് ടെൻഷനായി വല്ലാത്തൊരവസ്ഥയെ. ആ സമയം ജാനകി വല്ലാത്ത വിഷമത്തോടെ പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് തങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പോയത്. പിന്നീട് അബിയുടെ അടുത്തേക്ക് ജാനകി ചെല്ലുവാണ്. ജാനകി എന്നിട്ട് പറഞ്ഞു, അബിയേട്ടാ വാ ഫുഡ് കഴിക്കാൻ വരാൻ പറയാണ്. വേണ്ട ജാനകി എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന് അബിയേട്ടാ? ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ശരീരം തളർന്നു പോയില്ലേ? മനസ്സ് തളർന്നു നോർത്തോണ്ട് ശരീരം കൂടെ ഇനി തളർത്തി കളയേണ്ട കാര്യമുണ്ടോ? ഇനി നമ്മൾ എന്തൊക്കെ നേരിടാനിരിക്കുന്നു പറയണം. എനിക്ക് വിശക്കുന്നില്ലാത്തോണ്ടാ, നീ പോയി കഴിച്ചോളാം പറയണം. മോള് കഴിച്ചോന്ന് ചോദിക്കും. മോള് കഴിച്ചെന്ന് പറയണം. എന്നാ നീ പോയി കഴിച്ചോ. വേണ്ട അബിയേട്ടാ, അബിയേട്ടൻ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അബിയേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നുള്ളെന്ന് പറയാണ്. ആ സമയം അബി പറഞ്ഞു, വേണ്ട എനിക്കെന്തോ നല്ല വിശപ്പ് തോന്നുന്നില്ല, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ജാനകിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഒന്നും കഴിച്ചിട്ടും കൂടി ഇല്ല. അബിയേട്ടനൊരു ജ്യൂസെങ്കിലും കൊണ്ടേ കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ട് ജാനകി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലച്ചു അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ജാനിയടുത്തി, എന്താ ജാനിയടുത്തി മുഖം എന്താ വല്ലായിരിക്കണം എനിക്ക്? ഒന്നുമില്ല, ഞാൻ കേട്ടായിരുന്നു ജാനിയടുത്തി അബിയേട്ടന് ഫുഡൊന്നും കഴിച്ചില്ലല്ലേന്ന് ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല ലച്ചു എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. ജാനിയടുത്തി അത് കുടിക്കാൻ പറയാണ് എന്നും പറഞ്ഞ് ലച്ചു അങ്ങോട്ടേക്ക് പോയി. ഈ സമയം ജാനകി ഇവിടെ ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് അപർണ അങ്ങോട്ട് വരുന്നേ. അപർണ വന്നിട്ട് ചോദിച്ചു, നിപ്പുണ്ടായിരുന്നു ഇവിടെ, നിന്റെ തിരുമോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് പറയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, ഇതേ അപർണ, ഒന്നാമത്തെ കാര്യം വേണ്ട കേട്ടോ, ഞാൻ നല്ല സങ്കടത്തിലും ദേഷ്യത്തിലാന്ന് പറയണം. നിനക്ക് ദേഷ്യമുണ്ട്, എനിക്കിപ്പോ എന്താന്ന് ചോദിക്കുകയാണ്. ഒരു ദേഷ്യക്കാരി വന്നിരിക്കുന്ന പോലും നാണമില്ലല്ലോ, രണ്ടെണ്ണത്തിനും കൂടെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട്. നാണമുള്ളവരാണ് ഇവിടെ കിടക്കുമെന്ന് ചോദിക്കുകയാണ്. എമ്പണ്ട ഇറങ്ങി പോണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അങ്ങനെ ഇറങ്ങിപ്പോണ്ട കാര്യമില്ല, എന്റെ അഭിയേട്ടന്റെ വീടും കൂടെ എന്ന് പറയണം. അഭിയേട്ടന്റെ വീടാണ് പോലും, അതിന് തെളിവൊന്നുമില്ലല്ലോ, നിങ്ങൾ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ജാനകി കൂടെ ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. ദേ ഈ അജയുടെയും അമലിന്റെ ഒക്കെ അമ്മേനെ ചതിച്ചിട്ട് ആ അച്ഛൻ സൂര്യനാരായണൻ എന്ന് പറയുന്നത് അങ്ങേര് കാണിച്ചു വെച്ച കോപ്രായങ്ങളല്ലേ ഇതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കും. ദേ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പറയാം. നിനക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാവോ ജാനകി ചതിച്ചിട്ടില്ലെന്ന്? ശരിക്കും പറഞ്ഞാല് പ്രഭാവതി അമ്മേനെ ചതിക്കുമല്ലേ അച്ഛൻ ചെയ്തേന്ന് ചോദിക്കും. എങ്ങനെ ചതിയാവോ അപർണെ? അച്ഛനെല്ലാം പറഞ്ഞിട്ടാണ് അമ്മയുടെ കഴുത്തിൽ താലി ആർത്തുന്നത്. എനിക്കൊരു മോനുണ്ട്, ആ മോനെ സ്വന്തം പോലെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തുള്ളെന്ന് അത് പറഞ്ഞിട്ടാണ് താലി ആർത്തിയത്. പിന്നെ അച്ഛൻ എങ്ങനെ ചതി ചെയ്യും? അമ്മയാണെങ്കിൽ അഭിയേട്ടന്റെ സ്വന്തം മോനെ പോലെ കരുതി ഇത്രയും കാലം സ്നേഹിച്ചു വന്നേന്ന് പറയാം. എന്നിട്ടിപ്പൊ എന്തായി? ആ അമ്മ തന്നെ തിരിഞ്ഞില്ലേന്ന് ചോദിക്കും.
ഒരച്ഛൻ വന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പില്ല അബിയുടെ അച്ഛനാ ഈ പറയുന്ന സൂര്യനാരായണൻ എന്നുള്ള. ഇത് കേട്ട് കഴിഞ്ഞ് ജാനകിക്ക് ദേഷ്യം വന്നു. ഇതേ അപർണെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, എന്താ അനാവശ്യം, ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാ. അബി പറഞ്ഞു, അതെ അബിയല്ല ജാനകി പറഞ്ഞു, അബിയേട്ടന് അച്ഛനുണ്ട്, അതുപോലെ തന്നെ എന്റെ പൊന്നൂനും അച്ഛനുണ്ട്, അത് അബിയേട്ടനാന്ന് പറയാ. ജാനകി പറഞ്ഞു. ജാനകി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അപർണ പറഞ്ഞു, പിന്നെ നിനക്കിത് പറയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അച്ഛനുണ്ടെങ്കിലും നിനക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ. നീ ഒരു അനാഥയല്ലേ, നീ ആരുടെ മോളാ, എന്താ ഏതാന്ന് പോലും നിനക്ക് അറിയത്തില്ലോ എന്ന് പറയണം. ജാനകിയുടെ കണ്ണിലുണ്ടെന്ന് അറിഞ്ഞു വന്നു. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ സൂര്യനാരായണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്തൊക്കെ അപർണ പറഞ്ഞ് പ്രകോപിച്ചാലും ഒന്നും പറയാനൊന്നും പോണ്ട. നിന്റെ അനിയത്തിയെ പോലെ നീ അവളെ സ്നേഹിക്കണമെന്ന്. അതിനർത്ഥം ഇതിനകത്ത് എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം അല്ലാതെ ഒരു കാരണവശാലും ഇനിയിപ്പോ പറയാൻ പറ്റില്ല. അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നല്ലേ പറയണേ. തമ്പിയുടെ മോളാണോ ഇനിയിപ്പം ജാനകി എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണോ ഇനിയിപ്പോ സൂര്യനാരായണൻ പറഞ്ഞ് നീ സ്വന്തം അനിയത്തിയെ പോലെ അപർണയെ സ്നേഹിക്കണം എന്നുള്ള കാര്യം. പെട്ടെന്ന് ജാനകി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് ജാനകി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. നിന്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? കാരണം ആദ്യത്തെ ഇതിലുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിച്ച് വളർത്താനായിട്ട് നിന്റെ അച്ഛന് പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അപർണ പറഞ്ഞു, അതെ എന്റെ അച്ഛനെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ്. എന്റെ അച്ഛൻ ഇതുപോലെ അവിഹിത ബന്ധത്തിലോട്ട് കുഞ്ഞുങ്ങളും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അപർണേ നീ കൂടുതൽ പറയൊന്നും വേണ്ട. ഇവിടുത്തെ അഭിയന്റെ അച്ഛനൊരു തെറ്റും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. തെറ്റ് ചെയ്തിട്ടില്ല പോലും. അപ്പോഴേക്കുമാണ് ജ്യൂസൊക്കെ ആയിട്ട് ലച്ചു അങ്ങോട്ടിരുന്നത്. എന്നാ ജാനി എടുത്ത് ജ്യൂസ് എന്ന് പറയണം. ഓഹോ ജ്യൂസൊക്കെയോ, അവളുടെ ഒരു ജ്യൂസും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞാൽ ജ്യൂസ് മേടിച്ചിട്ട് അങ്ങോട്ട് ആ വാഷിംഗ് ബേസിനകത്തേക്ക് കൊണ്ട് ഒഴിച്ചു കളയാണ്. പെട്ടെന്ന് ഞാനിച്ചു, നീ എന്താ പറഞ്ഞ ചെയ്തെന്ന് ചോദിക്കും. നീ അങ്ങനെ ഇപ്പൊ ജ്യൂസ് കുടിക്കൊന്നും വേണ്ട, ഒരു നേരം കുടിച്ചും കഴിച്ചില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അവള് ജ്യൂസ് കൊണ്ടേ കലകി കൊടുത്തിരിക്കുന്നു. നിന്നോട് ആരുടെ ജ്യൂസും കൊണ്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ലച്ചുവിന് ആ പട വിഷമമായിപ്പോയി. നിന്നോട് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് പോയിക്കോണെന്ന്, ഇവിടെ കണ്ടേക്കിടന്ന് നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ അവള് വന്നിരിക്കുന്നു ഒത്താശ പിടിച്ചോണ്ട് എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ട് കയറി പോവാണ്. ലച്ചുവിന്റെ മുഖം അങ്ങോട്ട് വാടി. പെട്ടെന്ന് ജാനകി മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണം. ജാനി അടുത്ത് ഫുഡൊന്നും കഴിക്കാത്തോണ്ടാ ഞാൻ ആ ജ്യൂസും കൊണ്ട് വന്നേന്ന് പറയണം. സാരമില്ല മോള് വിഷമിക്കണ്ട, ജാനി അടുത്തേക്ക് വിശപ്പൊന്നും ഇല്ലാന്ന് പറയണം. ഞാൻ കാരണം ഒത്തിരി വിഷമിക്കുന്നുണ്ട് ജാനി അടുത്ത് അല്ലേന്ന് ചോദിക്കണം. മോള് കാരണം എനിക്ക് എന്താ വിഷമം? മോള് ലച്ചു ഉണ്ടേലും ഇല്ലെങ്കിലും ഞാനിപ്പോ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഞാനും അഭിയണ്ണും പൊന്നു അനുഭവിക്കേണ്ട. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല. ലച്ചും കൂടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷമില്ല ഗുണമില്ലെന്ന് പറയണം. നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കോച്ചിങ്ങിനെ ഇറക്കും. എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവി തകരാറിലാവെന്ന് പറയണം. അതൊന്നും സാരമില്ല ജാനിയടുത്തി, ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോളാം. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ ജാനിയടുത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങളില്ലെന്ന് ചോദിക്കും. അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടെന്ന് പറയാണ്. ആ സമയം സക്കീർ വക്കീൽ തമ്പിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ തമ്പിയോട് പോയി സംസാരിക്കുന്നുണ്ട്. സക്കീർ വക്കീൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും തമ്പി ചോദിക്കുന്നുണ്ട്, അല്ല വക്കീല് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അബിയുടെ അമ്മ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഇനി അവർ മരിച്ചു പോയതാണോ? ഇനിയിപ്പൊ അങ്ങനെ ഒരു ഭാര്യ സൂര്യനാരായണൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സക്കീർ വക്കീൽ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും വിവരങ്ങളൊന്നും അറിയത്തില്ല. സൂര്യനാരായണൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിവുള്ളൂ എന്ന് പറയാണ്. പിന്നീട് അവർ സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആധാരത്തിന്റെ കോപ്പി ഇനി സക്കീർ വക്കീൽ കൊടുത്താണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ തമ്പീനെ കാണാൻ പോയത് ആധാരം എവിടെ നിന്ന് കിട്ടി, അയാളാണല്ലോ അപർണയ്ക്ക് കൊടുത്തത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടായിരിക്കും. എന്താണെങ്കിലും സക്കീറുമായിട്ട് ഒരു ഡീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട് തമ്പിയോടെ. അതൊരു പക്ഷെ ഒരിക്കലും നല്ലതിനായിരിക്കില്ല. വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കാണ്ട് വക്കീൽ പോയതാണെന്നും പറയാൻ പറ്റില്ല. ഈ സമയത്ത് അബി ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അബിയുടെ അടുത്തേക്ക് അമലു വരുവാണ്. അമലു വന്നിട്ട് ചോദിച്ചു, എന്താ അബിയേട്ട ഇങ്ങനെ നിൽക്കുന്നത്? അബിയേട്ടൻ്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇത്രയും കാലം എല്ലാവരും ഉണ്ടെന്ന് കരുതിയിട്ട് കൂട്ടി പിടിച്ചുകൊണ്ട് കൊണ്ടുപോയവരൊക്കെ ഒരു നിമിഷം കൊണ്ട് ആരും അല്ലാതെ തീർന്നു എന്നൊരു ചിന്തയല്ലേന്ന് ചോദിക്കും. ഇതിയുടെ അബിയോട് അങ്ങനൊന്നുമില്ല, എനിക്കറിയാം അബിയേട്ടൻ്റെ മനസ്സ്, ആരൊക്കെ പോയാലും അബിയേട്ടനെ ഞാൻ വിട്ട് കളയില്ല എന്ന് പറയാണ്. വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ ആഹാരം കഴിക്കുന്നിടത്ത് പോലും ഞാൻ കൈത്തവായി തുടങ്ങിയെന്ന് പറയണം. അബിയേട്ടാ ഇവിടെ ഒന്നും നമ്മൾ തളരരുത്. എന്തിനാ തളരുന്നേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല അബിയേട്ടൻ. അച്ഛനാണെങ്കിലും തെറ്റിയൊന്നും ചെയ്തിട്ടില്ല. അമ്മയോടെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി ആർത്തേന്ന് ചോദിക്കണം. പിന്നെ അച്ഛനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിക്കുക. പിന്നെ ആ റിസോർട്ട് എഴുതി തന്നതിന്റെ പേരിൽ എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അജയേട്ടനാണ് കുഴപ്പമുള്ളത്. അജയേട്ടനും അപർണയൊക്കെ ചേർന്നിട്ടാണ് ഇങ്ങനത്തെ തന്ത്രങ്ങളൊക്കെ ഒരുക്കൊണ്ടിരിക്കുന്നു പറയാം. അബിയേട്ടൻ അതിനകത്തൊന്നും വീണ് പോലെന്ന് പറയാം. അബി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത് പറയാം. അജയ് പറഞ്ഞു,
അമല് പറഞ്ഞു, എന്തൊക്കെയാ അഭിയേട്ടാ പറയണെന്ന് ചോദിക്കണം. അല്ലാതെ എത്ര കാലം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പിടിച്ചു വയ്ക്കാൻ പറ്റുന്നത്? എല്ലാവരുടെ കറുത്ത മുഖം കണ്ടുകൊണ്ട് ഒത്തിരി കാലമൊന്നും ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പറയാം. അമല് പറഞ്ഞു, വേണ്ട അഭിയേട്ടാ, അഭിയേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് ഒരു കാരണവശാലും. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് പറയാം. അഭി പറഞ്ഞു, ദേ താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഇതിൽ കൂടെ ഇനി താങ്ങാനായിട്ട് പറ്റില്ല. അത്രയേറെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. അമലിന് വല്ലാത്ത വിഷമായി. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അഭയേട്ടൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. കാരണം ബാക്കി എല്ലാവരും ചെയ്യുന്ന ഇപ്പം മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും ഇത്രയും കാലം സ്വന്തം അമ്മേനെ പോലെ സഹിച്ച അമ്മയാണ് ഒരു നിമിഷം കൊണ്ട് അഭിയേട്ടനെ തള്ളി പറഞ്ഞിരിക്കുന്നത്. ആർക്കാണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് അഭിയേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് അമലിൻ്റെ മനസ്സിലൊക്കെ തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.